റോഡിലേ നല്ല തിരക്ക്. അപ്പോൾ ഓവർ ബ്രിഡ്ജ് കയറിയിട്ടാണ് പോകുന്നത്. ഇത് റോഡ് മുറിച്ച് കിടക്കും. ഈ പാലത്തമ്മ ഇറങ്ങി കുറച്ച് മുന്നിൽ കിടന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർക്കറ്റ് നമ്മൾ അന്ന് പോയിട്ടുള്ള തനവാൻ മാർക്കറ്റിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല. അതൊരു ഓപ്പൺ മാർക്കറ്റാണ്. ഫ്രൂട്ട്സും പലചരക്കും ഡ്രസ്സുകളും മൊബൈൽ ഷോപ്പുകളും അങ്ങനെ പല സാധനങ്ങളും വിൽക്കുന്ന ഒരു മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും അറ്റത്താണ് ഇറച്ചിക്കടകളും മീൻ കടകളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറച്ചിക്കടയിലേക്ക് കയറുകയാണ്. ഹലാൽ പോത്തിറച്ചി, ശുദ്ധമായ പോത്തിറച്ചി കിട്ടുന്ന കടയാണ്. 2.5 കിലോ പോത്തിറച്ചിയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് പോത്തിൻ്റെ തോലൊക്കെ വിൽക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. എന്തിനാ അവർ ഉപയോഗിക്കണമെന്ന് അറിയില്ല. പോത്തിൻ്റെ തോല് തൂക്കി കൊടുക്കുന്നുണ്ടോ. പിന്നെ പോത്തിൻ്റെ കാലൊക്കെ ആ ഒരു കറുത്ത കളറ് കളഞ്ഞിട്ട് അവിടെ തൂക്കിയിട്ട് ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തലയുടെ ഭാഗത്തുള്ള തൊലിയും. ഞങ്ങൾ ബീഫ് മേടിച്ച് തിരിച്ചു പോകാണ്. അവിടെ പോകുമ്പോൾ എത്രയാണ് ടോള് കട്ടാവണമെന്ന് കാണാൻ പറ്റിയില്ലല്ലോ. നമ്മൾ തിരിച്ച് എക്സ്പ്രസ് ഹൈവേന്ന് എക്സിറ്റ് ആവുന്ന സമയമായി. ഇപ്പോൾ കാണിച്ചു തരാം എത്ര ടോളാണ് കട്ടാവുക. ഇതാണ് നമ്മളെ എക്സിറ്റ്, ഈറ്റൺ എക്സിറ്റ്. 37 പൈസ കട്ടായത്. 37 പൈസ പറഞ്ഞാൽ ഏകദേശം 45 ഏകദേശം 55 രൂപേൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങോട്ടും 55 ഇങ്ങോട്ടും 55, 110. ഇറച്ചി അടിക്കാൻ പോകാൻ 210 ടോൾ കൊടുക്കും. അധികം ദൂരമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 10-13 കിലോമീറ്റർ ദൂരത്തിനാണ് അത്രയും ടോൾ വരുന്നത്.